ഒരു യാത്രയെ മനോഹരമാക്കുന്നത് യാത്ര ചെയ്യുന്നവരുടെ മനസ്സാണ് കേട്ടോ. ഒരിക്കലും ഒരു യാത്രയിൽ നമ്മൾ കാണുന്ന സ്ഥലങ്ങളോ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ആ ഡെസ്റ്റിനേഷനോ ഒന്നുമല്ല ആ യാത്രയെ മനോഹരമാക്കുന്നത്. നമ്മൾ അത് എത്രമാത്രം എൻജോയ് ചെയ്യുന്നു ആ യാത്ര എന്നതിലാണ് അതുള്ളത് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വാൽപ്പാറ യാത്ര നടത്തിയിരുന്നു. ഓൾറെഡി കഴിഞ്ഞ മെയ്യിൽ ഞങ്ങൾ ഒരു 1 ഡേ ട്രിപ്പായിട്ട് വാൽപ്പാറയ്ക്ക് പോയിരുന്നു. അന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായതാണ് ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് വാൽപ്പാറ എന്ന് പറയുന്നത്. നല്ലോണം കോടയൊക്കെ ഇറങ്ങിയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേ അവിടെ കിട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വാൽപ്പാറയിലോട്ട് പോയി. 3 ഫാമിലി, 3 പേർക്കും ഓരോ ചെറിയ ചെറിയ കുട്ടികളുണ്ട്. 3, 4, 2 ഇങ്ങനെയുള്ള ഓരോ പ്രായത്തിലുള്ള കുട്ടികളുണ്ട്. എല്ലാവരും കൂടെ ഒരു വണ്ടിയിലാണ് യാത്ര തിരിച്ചത് കേട്ടോ. അപ്പോൾ യാത്ര കുറേ ഇടങ്ങളിലെല്ലാം നിർത്തി വളരെ സാവധാനത്തിൽ ഞങ്ങൾ പോയി. ഭയങ്കര നന്നായി തന്നെ എൻജോയ് ചെയ്തു. ഓരോ ആൾക്കാരുടെയും ഇഷ്ടങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് പ്രത്യേകമായി അറിയുന്നതുകൊണ്ട് തന്നെ അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു യാത്രയായിട്ടൊന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല. കുട്ടികൾ 3, 4 വയസ്സുള്ള കുട്ടികളെന്ന് പറയുമ്പോൾ അവരെ നോക്കുക എന്ന് പറയുന്നത് വളരെ ഹെക്റ്റിക്കാണ്. കാരണം അവർക്കൊരിക്കലും ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുന്ന ഒരു പ്രകൃതം ആയിരിക്കില്ല. പക്ഷേ അവരെല്ലാവരും നന്നായി തന്നെ ഞങ്ങളോട് കോപ്പറേറ്റ് ചെയ്തു. കാരണം എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന പാട്ടും കളികളും ചിരികളും പാർക്കുകളും അങ്ങനെയുള്ള ഒരു യാത്രയായിരുന്നു കേട്ടോ ഇത്. ശരിക്കും ഞാൻ എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും യാത്ര ചെയ്യാറുള്ളത് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസിൽ മാത്രമാണ്. ആ യാത്രകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ തന്നെ നാട്ടിലെ പല സ്ഥലങ്ങളും ഞാൻ താമസിക്കാനായി തിരഞ്ഞെടുക്കാറുണ്ട്. ഞാൻ പാലക്കാടാണുള്ളത്. അപ്പോൾ പാലക്കാടിൽ ഒരു 20 കിലോമീറ്ററിന് അടുത്തുള്ള സ്ഥലത്ത് പോലും ഞാൻ താമസിക്കാൻ പോവാറുണ്ട് 1 ഡേക്ക് വേണ്ടിയിട്ട്. അതിലൂടെ നമുക്ക് കിട്ടുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ഇപ്പോൾ പാലക്കാട് ഞങ്ങൾ മലമ്പുഴ നല്ലൊരു ഓപ്ഷനാണ്. അവിടെ KTDCയുടെ ഒക്കെ നല്ല റിസോർട്ടുകളുണ്ട്. അല്ലെങ്കിൽ അതിനേക്കാൾ പ്രീമിയം റിസോർട്ടുകളൊക്കെ ആണെങ്കിൽ ഞാൻ 2 തവണയാണ് ഞാൻ മലമ്പുഴയിൽ പോയി താമസിച്ചത്. പാലക്കാടിൽ നിന്നുള്ളൊരു വ്യക്തി മലമ്പുഴയിൽ ഒരു സ്റ്റേക്കേഷൻ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് വിരളാണ്. കാരണം നമ്മുടെ വീടും പാലക്കാട് തന്നെയല്ലേ, കുറച്ച് ദൂരെയല്ല. നെല്ലിയാമ്പതി അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും അല്ല. അപ്പോൾ നമ്മൾ വളരെ അടുത്ത് 20 കിലോമീറ്റർ ചുറ്റളവിലാണ് പാലക്കാട് മലമ്പുഴയിലോട്ട് നമ്മുടെ ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും അടുത്തൊരു സ്പോട്ട് നമ്മൾ താമസിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ അതിന് ഒരു കാരണമേ ഉള്ളൂ. നമ്മൾ റിപ്പീറ്റഡായി പോകുന്ന മലമ്പുഴയാണെങ്കിൽ പോലും നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് ആ ഒരു പ്രോപ്പർട്ടി എൻജോയ് ചെയ്ത് ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും ഇല്ലാതെ നമുക്ക് വേണ്ടി മാത്രമായിട്ട് ചില സമയം മാക്സിമം ഞാൻ അത്തരം യാത്രകൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഞാനും ഹസ്ബൻഡും മോളും മാത്രമായിട്ടായിരിക്കും കേട്ടോ പോകാറുള്ളത്. കാരണം നമ്മൾ ഫാമിലി പാരൻസിനോടോ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോൾ അവർക്കൊന്നും താല്പര്യം ഉണ്ടാവില്ല. ഇത്ര അടുത്തൊരു മലമ്പുഴയിലോട്ട് എന്തിനാണ് താമസിക്കാൻ പോകുന്നത്, എന്നാൽ അറ്റ്ലീസ്റ്റ് നെല്ലിയാമ്പതിയെങ്കിലും പൊയ്ക്കൂടെ എന്നായിരിക്കും അവരുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. പക്ഷേ ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു യാത്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് റിലാക്സ് ആവുക, നമ്മൾ ഹാപ്പിനെസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ വളരെ ഹെക്റ്റിക്കായിട്ട് എന്താ പറയുക, യാത്ര ചെയ്ത് അവശയായിട്ടൊരു സ്പോട്ടിലെത്തി അവിടെ ഫുള്ള് സ്ഥലങ്ങളും കറങ്ങി കണ്ട് ക്ഷീണിച്ച് അവശയായി വന്ന് തിരിച്ച് വീട്ടിലോട്ട് വരുന്നതിന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് 3 പേർക്കും താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുക വെച്ചാൽ ഞങ്ങൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമേ പോകാറുള്ളൂ. ഒരു സ്പോട്ടിൽ പോയാൽ തന്നെ ഇപ്പം നമ്മൾ ഗോവയിൽ പോവുകയാണെങ്കിൽ എല്ലാ സ്ഥലമൊന്നും കാണാറില്ല. അവിടുത്തെ വളരെ പിക്കി ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ, കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ പോവും. അത് കഴിഞ്ഞാൽ പിന്നെ റിലാക്സ്ഡ് ആയിട്ട് ആ പ്രോപ്പർട്ടി നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ ഇരിക്കും. അപ്പോൾ എൻ്റെ ഒരു രീതിയാണ് കേട്ടോ ഇത് പറഞ്ഞത്. എല്ലാവരും ഇങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഈവൻ എൻ്റെ ഫാമിലിയിൽ വരെ പാരൻസൊക്കെ ഇപ്പം നമ്മൾ ഊട്ടിയിലോട്ട് പോവുകയാണെങ്കിൽ ഊട്ടിയിലുള്ള എല്ലാ സ്ഥലങ്ങളും കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതായത് ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടെയുള്ളതെല്ലാം എക്സ്പ്ലോർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത് ഓരോ രീതിയാണ് ഓരോ ആൾക്കാരുടെ. പക്ഷേ നമ്മൾ പറഞ്ഞത് നമ്മളുടെ മാത്രം രീതിയാണ്. അങ്ങനെയുള്ളവരും ഉണ്ടാവാം. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വാൽപ്പാറ ട്രിപ്പ്
ഇത് മങ്കി ഫോൾസ് ആണ് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ മെയിൽ പോയപ്പോൾ ഈ മങ്കി ഫോൾസ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കറിയില്ലായിരുന്നു മങ്കി ഫോൾസ് എന്നൊക്കെ പറയുന്ന കേട്ടപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാട്ടർഫോൾ ആണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. അവിടേക്ക് കയറുന്ന വഴികളാണെങ്കിലും ആ വെള്ളച്ചാട്ടമാണെങ്കിലും, എൻ്റെ അമ്മ എത്ര പേരാണെന്നറിയോ അവിടെ കുളിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ശരിക്കും സൂപ്പർബായിട്ടുള്ള ഒരു വാട്ടർഫോൾ എന്ന് തന്നെ പറയാം. നമുക്ക് കുളിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ സേഫായിട്ട് നിന്ന് കുളിക്കുകയൊക്കെ ചെയ്യാം. കുറേ പേര് ഗേൾസും ബോയ്സും കുട്ടികളും ഒക്കെ കുളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അതിന് പ്രിപ്പയർഡായിട്ടല്ല പോയത്. പിന്നെ രണ്ടാമത്തെ കാര്യം, കുറേ പേരുള്ളതുകൊണ്ട് നമ്മൾ ഫാമിലി ആയിട്ടല്ലേ പോണത്. അപ്പോൾ നമ്മൾ വേണ്ട, കുളിക്കണ്ട എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ അവിടെ നിന്ന് ജസ്റ്റ് കണ്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് തിരിച്ച് വീണ്ടും യാത്ര തുടർന്നു. പോകുന്ന വഴിക്കൊക്കെ ഭയങ്കര ചാറ്റൽ മഴകൾ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതെല്ലാം നല്ല നല്ല സുഖമുള്ള അനുഭവം കൂടിയായിരുന്നു. ഞങ്ങളങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ക്ലൈമറ്റ് ആയിരുന്നില്ല. നല്ല കോടയൊക്കെയുള്ള, ചെറിയ ചാറ്റൽ മഴയുള്ള, അത്യാവശ്യം വെയിലുള്ള ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു യാത്രയിൽ എന്ന് തന്നെ പറയാം. അപ്പോൾ ഞങ്ങൾ ഒരു പ്രോപ്പർട്ടി, അവിടുത്തെ ടാറ്റയുടെ ഒരു ബംഗ്ലാവാണ്, ബ്രയർ എന്നാണ് അതിൻ്റെ പേര്. ആ ബംഗ്ലാവിലാണ് താമസിച്ചത്. വളരെ നല്ലൊരു പ്രോപ്പർട്ടിയാണ്. 3 ഫാമിലീസിനും കൂടിയിട്ടുള്ള ഒരു സിംഗിൾ ബംഗ്ലാവാണ് കേട്ടോ അത്. അപ്പോൾ പിന്നെ അവിടെ കുറേ വുഡൻ കോട്ടേജ്, സിംഗിളായിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അവിടെ വുഡൻ കോട്ടേജസ് ഉണ്ട്. ഈ ബംഗ്ലാവ് എന്ന് പറയുന്നത് ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളും അതുപോലെ തന്നെ നമുക്ക് ലിവിങ് ഏരിയയും ഒക്കെയുള്ള ഒരു 3 റൂമാണ് കേട്ടോ നമുക്ക് കിട്ടിയത്, അല്ലെങ്കിൽ നമ്മളവിടെ താമസിച്ചത്. അപ്പോൾ പിന്നെ 3 നേരത്തെ ഭക്ഷണം അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ആ പ്രോപ്പർട്ടിയുടെ റേറ്റ് എനിക്ക് അറിയില്ല. നിയർലി ഒരു 3 ഫാമിലിക്കും കൂടെ 10,000+ ആണ് അതിൻ്റെ വിത്ത് ഇൻക്ലൂഡിങ് ഫുഡൊക്കെ വരുന്നത്. എക്സാക്ട്ലി എനിക്കറിയില്ല. മേ ബി അത് വേരി ആവാം, ഓരോ സീസൺ അനുസരിച്ചും വേരി ആവാം. ഇത് കണ്ടോ, നമ്മൾ ഡാമിൻ്റെ വ്യൂ ആണ് കേട്ടോ. ഓൺ ദ വേയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഡാമിൻ്റെ വ്യൂ ആണ്. എനിക്ക് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം എപ്പോഴും ഇതാണ് കേട്ടോ ഞങ്ങൾ താമസിച്ചിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതെന്ന് പറയുന്നത്. എന്താ പറയുക, നമുക്ക് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് അവിടെ ഇരിക്കാൻ പറ്റും. പിന്നെ അവർ ഒരു നേച്ചർ വാക്ക്, അതുപോലെ തന്നെ ഒരു ടീ എസ്റ്റേറ്റ്, പിന്നെയും വേറെ എന്തൊക്കെയൊക്കെയോ കോംപ്ലിമെൻ്ററി ഇതിൻ്റെ കൂടെ ഉണ്ട്. ഇതാണ് അവിടെ വുഡൻ കോട്ടേജ് എന്ന് പറയുന്നത്. ഇതാണ് ബംഗ്ലാ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു യാത്രയ്ക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുന്ന എല്ലാ ഫാക്ടേഴ്സും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ഞങ്ങളുടെ മൈൻഡ്, കാരണം ഏത് ചെറിയ സാഹചര്യത്തിലും എത്ര വലിയ സാഹചര്യത്തിലും ഹാപ്പിനെസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത്. അതിൽ ഞങ്ങൾ എല്ലാവരും തന്നെ സക്സസ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. ഈ യാത്രയുടെ പാതിയിൽ തന്നെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു നമുക്ക് അടുത്ത മാസം കൂടെ ഒരു യാത്ര പോകണമെന്ന്. കാരണം അത്രയ്ക്ക് എൻജോയ് ചെയ്തു എല്ലാവരും. അപ്പോൾ ഞങ്ങൾ പറയാമായിരുന്നു അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്പോട്ട് പിക്ക് ചെയ്യാം. അപ്പം നമുക്ക് ട്രാവലിംഗ് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്തിട്ട് അവിടെ എത്തുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ ട്രാവൽ ചെയ്ത് എത്തും പോലെ ആക്കാമല്ലോ. സോ ഊട്ടിയോ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പാലക്കാട്ടിൽ നിന്ന് ഊട്ടിയിലോട്ട് ഒരുപാട് ടൈം എടുക്കില്ല എന്നൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതന്നെ അത്രയും മനോഹരമായിരുന്നു എന്നാണ് ഞാൻ ഇതുകൊണ്ട് പറഞ്ഞു വരുന്നത് കേട്ടോ. പിന്നെ അവിടെ ഇങ്ങനെ കുറേ പ്ലാന്റ്സും, ശരിക്കും ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു കേട്ടോ. അത് പൂളില്ല. പിന്നെ വാൽപ്പാറയിലുള്ള ഒരു സംഗതിയാണ് പൂളില്ല എന്ന് പറയുന്നത്. ഇതാണ് വുഡൻ കോട്ടേജ് കേട്ടോ. ബംഗ്ലാവിനെ കമ്പയർ ചെയ്യുമ്പോൾ വുഡൻ കോട്ടേജ് സ്പേസ് വൈസ് വളരെ ചെറുതാണ്. അതായത് നമുക്ക് ബെഡും അതുപോലെ തന്നെ ടോയ്ലറ്റും പിന്നെ ഇങ്ങനെയുള്ള ഒരു നോർമൽ റൂമിൽ കാണുന്ന ഫെസിലിറ്റീസ് മാത്രമേ ഇവിടെയുള്ളൂ. കുറച്ച് സൈഡ്സിലൊക്കെ ഇതുപോലെ ഗ്ലാസ് വിൻഡോസ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഓപ്പൺ ചെയ്താലൊക്കെ ഭയങ്കര സീനറി കാണാൻ പറ്റും. പക്ഷെ അവിടെ ഇല്ലാത്തൊരു പോസിറ്റീവ് എന്താ വെച്ചാൽ ഇതിൻ്റെ ബാൽക്കണിയാണ്. അവിടെ ബാൽക്കണി എന്ന് പറയുന്നൊരു സംഭവമില്ല. അവിടെ ലിവിങ് റൂമും കാര്യങ്ങളാണ്. ഇവിടെ സൂപ്പർബായിട്ടുള്ളൊരു ബാൽക്കണി ഉണ്ട്. ഇവിടെ നമുക്ക് ബാൽക്കണിയിൽ നൈറ്റ് ഒക്കെ നല്ലോണം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇത് കാട്ടുപോത്താണെന്ന് വിചാരിക്കണ്ട, സാധാ അല്ല, കാട്ടുപോത്ത് തന്നെയാണ് കേട്ടോ. കാട്ടുപോത്ത് തന്നെയാണ്. പിന്നെ ഞങ്ങൾ വരുമ്പോഴേ ആനയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ കാട്ടാന ശരിക്കും. കുറേ ഫോറസ്റ്റുകാരൊക്കെ വന്ന് കുറേ ഗൈഡ് ചെയ്തിട്ടൊക്കെയാണ് ഞങ്ങൾ വന്നത്. അതായത് ഞങ്ങളെല്ലാം കണ്ടു ആ യാത്രയിൽ കേട്ടോ. അപ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യാത്ര തന്നെയായിരുന്നു.
പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ടീ എസ്റ്റേറ്റിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഷോളയാർ ഡാമിൻ്റെ വഴി എക്സിറ്റ് ചെയ്യുമ്പോൾ കാണുന്ന സ്ഥലമാണ്. ഞങ്ങൾ വാൽപ്പാറയിൽ നിന്ന് തിരിച്ച് മലക്കപ്പാറ വഴി ആതിരപ്പള്ളിയിലും കൂടെ പോയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ആതിരപ്പള്ളി ഞാൻ ശരിക്കും പോയിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി ഞങ്ങൾ സ്റ്റേ തിരഞ്ഞെടുത്തപ്പോൾ ഇപ്രാവശ്യം ആതിരപ്പള്ളിയിലായിരുന്നു സ്റ്റേ ആദ്യം ഫിക്സ് ചെയ്തത്. പിന്നെ അത് മാറ്റിയിട്ടാണ് വാൽപ്പാറയിലോട്ട് ഷിഫ്റ്റ് ചെയ്തത് കേട്ടോ. പക്ഷെ ആതിരപ്പള്ളി എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. മഴക്കാലത്ത് വെള്ളച്ചാട്ടം എന്താ പറയുക, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് നമ്മൾ ആതിരപ്പള്ളിയിൽ കണ്ടത് കേട്ടോ. പിന്നെ വാഴച്ചാലും കൂടെ കയറി എന്നിട്ടാണ് ആതിരപ്പള്ളി. അത് രണ്ടും തമ്മിൽ ഒരു 6 കിലോമീറ്റർ 5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. വാഴച്ചാലിൽ കുറച്ച് ദൂരം നടന്ന് നമുക്ക് പുഴയടുത്തൂടെ നടന്നിട്ടാണ് നമ്മളൊരു വ്യൂ കാണുന്നത്. പിന്നെ ആതിരപ്പള്ളി ആസ് യൂഷ്വൽ നിങ്ങൾ ഫിലിംസിലൊക്കെ കാണുന്ന എക്സാക്ട്ലി എന്താണോ അത് തന്നെയാണ് ആതിരപ്പള്ളിയിൽ നമുക്ക് നേരിട്ട് കാണുന്നത്. പിന്നെ എനിക്ക് ആതിരപ്പള്ളിയുടെ അവിടെ നിങ്ങൾ താമസിക്കാനൊക്കെ പ്രിഫർ ചെയ്യുന്നവരാണെങ്കിൽ എനിക്ക് ചൂസ് ചെയ്യാനുള്ളത് അവിടെ തന്നെ ഒരു റിസോർട്ട് ഉണ്ട്. എനിക്കറിയില്ല കേട്ടോ, ഗ്രീൻലാൻഡോ റിവർലാൻഡോ അങ്ങനെ എന്തോ ഒരു പേരാണ്. അവിടെ നമുക്ക് ഡയറക്റ്റ് വ്യൂ ഉണ്ടാവും, അത് വാട്ടർഫാളിൻ്റെ വ്യൂ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും കേട്ടോ. നിങ്ങളങ്ങനെ ചൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയൊക്കെ ചൂസ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. പിന്നെ യാത്രകൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ഓവറോൾ ട്രിപ്പിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ പറ്റുന്ന ദിവസങ്ങളിൽ പറ്റുന്ന സമയത്തൊക്കെ എൻജോയ് ചെയ്യുക. അതിന് ലോങ് ആയിട്ടുള്ള ഒരു യാത്ര തന്നെ വേണമെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഒരാൾ വിദേശത്ത് പോയി എന്ന് വെച്ചാൽ ടൂർ പോയി എന്നതുകൊണ്ട് അവിടെ പോയാൽ മാത്രമേ എൻജോയ്മെൻറ്റ് കിട്ടുള്ളൂ എന്നൊന്നുമില്ല. നമുക്ക് നമ്മുടെ വീടിനടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തിനടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ഒത്തിരി സ്പോട്ടുകൾ ഉണ്ടാവും നമ്മൾ കാണാത്തത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ എവിടെ പോകുന്നു എന്ത് കാണുന്നു എന്നതിനേക്കാൾ ഉപരി നമ്മളുടെ മനസ്സ് എന്ത് കാണുന്നു എന്നതിലാണ് ഈ ഹാപ്പിനെസ് നിറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ളൊരു നല്ല മൈൻഡ് ഉണ്ടെങ്കിൽ യാത്ര എവിടേക്ക് വേണമെങ്കിലും പോവാം. അതിന് പറ്റിയ ആൾക്കാരും കൂടെ വേണം. അങ്ങനെ സപ്പോസ് ആൾക്കാരില്ലെങ്കിൽ നിങ്ങൾ തനിച്ചൊരു യാത്ര വയ്ക്കുള്ളൂന്നേ. നിങ്ങൾക്ക് പറ്റുന്ന സ്ഥലങ്ങളിൽ പോവാലോ. അതിനിപ്പോൾ വണ്ടി വേണമെന്ന് നിർബന്ധമില്ല, ബസ്സിൽ കയറി പോവാലോ. അപ്പോൾ നമ്മളാണ് എല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. അതിന് നമ്മൾ മറ്റുള്ളവരെ കംപ്ലൈൻറ്റ് പറഞ്ഞ് അവർ വരുന്നില്ല ഇവർ വരുന്നില്ല എന്നൊന്നും കംപ്ലൈൻറ്റ് പറയരുത്. നമ്മുടെ കൂടെ അൾട്ടിമേറ്റ്ലി ആരും ഉണ്ടാവില്ല. ഇന്ന് യാത്ര പോകുന്നവരൊന്നും തന്നെ നാളെ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നില്ല. അത് ഏത് കാര്യത്തിനാണെങ്കിലും ജീവിതത്തിലായാലും. അപ്പോൾ നമ്മളുടെ മനസ്സാണ് നമ്മൾ എന്ത് തീരുമാനിക്കണം, നമ്മൾ എന്ത് ചെയ്യണം എന്നെല്ലാം ചിന്തിക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റിയ അത്രയും നല്ലത് എന്നേ ഞാൻ പറയുള്ളൂ. ഇത് വാഴച്ചാലാണ് കേട്ടോ. വാഴച്ചാൽ തന്നെ എനിക്ക് അവിസ്മരണീയമായിരുന്നു. അതിൻ്റെ പുഴയുടെ ഒഴുക്കും അല്ലെങ്കിൽ എനിക്കൊരു ഭീകരമായിട്ടാണ് കേട്ടോ ഫീൽ ചെയ്തത്, സത്യം പറയാലോ. അവിടെ നിന്ന് ഞങ്ങൾ ആതിരപ്പള്ളിയും കടന്നിട്ട് ഞങ്ങൾ പിന്നെ തുമ്മൂർക്കുടി എന്ന് പറയുന്ന, എനിക്ക് പറഞ്ഞത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, അവിടേക്ക് വന്നു. എന്താ കണ്ടോ ആന? ഞങ്ങൾ കാട്ടാനയെ കണ്ടു. നിൽക്കുന്നത് കാട്ടാനയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. കാട്ടാനയൊക്കെ ഉള്ള തുമ്മൂർക്കുടിയിൽ പോയി വരുമ്പോഴാണ് കാട്ടാനയെ കണ്ടത്. അപ്പോൾ തുമ്മൂർക്കുടിയിൽ പോയിട്ടായിരുന്നു. അവിടെ ഒരു മറ്റേ ബ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റേ എക്കോ വില്ലേജസും അങ്ങനെ എന്തൊക്കെയൊക്കെയോ സംഭവങ്ങൾ അവിടെ ഉണ്ട്. കുറച്ച് കാണാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ആതിരപ്പള്ളിയും കഴിഞ്ഞിട്ടാണ് ഈ തുമ്മൂർക്കുടിയിലോട്ട് പോകേണ്ടത്. ഇതാണ് നമ്മൾ ആതിരപ്പള്ളിയുടെ ഫോൾസ്. ഇത് തുമ്മൂർക്കുടിയുടെ ഹാങ്ങിങ് ബ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ദിവസത്തെ സ്റ്റേയിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഈ ടാറ്റയുടെ തന്നെ അല്ലാണ്ട് ഒത്തിരി സ്റ്റേ ഓപ്ഷൻസ് വാൽപ്പാറയിലുണ്ട്. അതുപോലെ ആതിരപ്പള്ളി സൈഡിലുണ്ട്. ബെറ്റർ നമ്മൾ വാൽപ്പാറ ആതിരപ്പള്ളി പോവുകയാണെങ്കിൽ ആദ്യം വാൽപ്പാറയിൽ താമസിച്ചിട്ട്, അപ്പോൾ അതായത് കുറച്ചുകൂടെ നമുക്ക് എന്താ പറയുക തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു അന്തരീക്ഷമായിരിക്കും വാൽപ്പാറയിൽ. അപ്പോൾ അവിടെ താമസിച്ച് ഡാമും കാര്യങ്ങളൊക്കെ കണ്ട് താഴേക്ക് മലക്കപ്പാറ വഴി ആതിരപ്പള്ളി വാഴച്ചാലൊക്കെ കണ്ട് ഇറങ്ങുന്നതായിരിക്കും യാത്രയ്ക്ക് ഏറ്റവും നല്ലതെന്ന് ഞാൻ ചിന്തിക്കുന്നു. എൻ്റെ ഈ യാത്രയിലും എനിക്കതാണ് മനസ്സിലായത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. സന്തോഷമായിരിക്കട്ടെ.